ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം മാറിമറിക്കാൻ പോകുന്ന ആ മഹത്തായ 90 ദിവസത്തെ മാനിഫെസ്റ്റേഷൻ ചലഞ്ചിന്റെ വിജയകരമായ 2ാം ദിവസത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. 1ാം ദിവസത്തെ ടാസ്ക് കൃത്യമായി പൂർത്തിയാക്കി നിങ്ങളുടെ മനസ്സിലെ ഭയങ്ങളും ആശങ്കകളും ഡയറിയിലേക്ക് പകർത്തിവെച്ച് മനസ്സിനെ ശുദ്ധീകരിച്ച എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നിങ്ങൾ ആദ്യത്തെ പടി വളരെ ദൃഢമായി തന്നെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരിടത്തും എത്തിച്ചേരില്ല. അതുകൊണ്ട് ഈ 2ാം ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാനിഫെസ്റ്റേഷന്റെ 2ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണിനെക്കുറിച്ചാണ്, വ്യക്തത അഥവാ ക്ലാരിറ്റി. പലരും പറയാറുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എന്റെ ജീവിതത്തിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നറിയാമോ? പ്രപഞ്ചത്തിന് വ്യക്തതയുള്ള സന്ദേശങ്ങൾ ഇഷ്ടമാണ്. നിങ്ങൾ പ്രപഞ്ചത്തോട് എനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ എനിക്ക് വിജയം വേണമെന്ന് പൊതുവായി പറയുമ്പോൾ അവിടെ കൃത്യതയുണ്ടാകുന്നില്ല. ഒരു ഹോട്ടലിൽ പോയി ഇരുന്ന് നമ്മൾ വെയിറ്ററോട് എനിക്ക് നല്ല എന്തെങ്കിലും ഭക്ഷണം തരുമെന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായ ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല. എന്നാൽ നമ്മൾ മെനു നോക്കി കൃത്യമായ ഒരു വിഭവം ഓർഡർ ചെയ്യുമ്പോൾ അത് നമ്മുടെ മുന്നിലെത്തുന്നു. ഇതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ നിയമവും. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ എത്രത്തോളം വ്യക്തതയുണ്ടോ അത്രത്തോളം വേഗത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഈ 2ാം ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കൃത്യമായി നിർണ്ണയിക്കുക എന്നതാണ്. വെറുതെ എനിക്കൊരു ജോലി വേണം എന്നതിന് പകരം ഏത് കമ്പനിയിലാണ്, ഏത് തസ്തികയിലാണ്, എത്ര രൂപ ശമ്പളമുള്ള ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായി ചിന്തിക്കുക. നിങ്ങളൊരു പുതിയ വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതെവിടെയായിരിക്കണം, എത്ര മുറികളുണ്ടായിരിക്കണം എന്നുവരെ നിങ്ങളുടെ മനസ്സിലൊരു ചിത്രമുണ്ടായിരിക്കണം. ഇതിനായി ഇന്ന് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഡയറിയിൽ ചെയ്യേണ്ട ടാസ്ക് ഇതാണ്. ശാന്തമായ ഒരിടത്തിരുന്ന് നിങ്ങളുടെ ആഗ്രഹത്തെ വളരെ വ്യക്തമായി വർത്തമാനകാലത്തിൽ എഴുതുക. അത് ഇതിനകം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ വേണം എഴുതാൻ. ഉദാഹരണത്തിന്, ഞാൻ ഇപ്പോൾ എന്റെ സ്വപ്ന കമ്പനിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദവിയിൽ വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജോലി ചെയ്യുന്നു. എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ സന്തോഷം അനുഭവിക്കാൻ ശ്രദ്ധിക്കുക. ഓർക്കുക സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചിന്തകൾ പ്രപഞ്ചത്തിലേക്കുള്ള ഓർഡറുകളാണ്. അവ വ്യക്തവും കൃത്യവുമായിരിക്കണം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ എഴുതിയ വ്യക്തമായ ലക്ഷ്യം ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായി വായിക്കുക. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. 2ാം ദിവസത്തെ ഈ ടാസ്ക് പൂർത്തിയാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്ഥിരതയോടെ മുന്നോട്ടു പോവുക. നമ്മുടെ സ്വപ്നങ്ങൾ കൈപ്പിടിയിലൊതുക്കാൻ ഇനി 88 ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ വിശ്വസിക്കുക. നാളത്തെ 3ാം ദിവസത്തെ വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ പോസിറ്റീവായിരിക്കുക. നന്ദി.